प्रिय बच्चे नमस्ते। पिछले कक्षा में हमने एक चित्रकथा के बारे में चर्चा किया। इंद्रधनुष धरती पर उतरा नामक वो चित्रकथा वह कैसे लगे? अच्छी है? ओके। आज एक कविता है, इस कविता का नाम है इस बारिश में। किसने लिखा है? नरेश सक्सेना ने लिखा गई एक कविता है। ओके, अब देखिए कवि परिचय। मध्य प्रदेश के ग्वालियर में जन्मे नरेश सक्सेना हिंदी कविता के उन चुनिंदे खामोश लेकिन समर्पित कार्यकर्ताओं की अग्रिम पंक्ति में है, जिनके बिना समकालीन हिंदी कविता का वृत्त पूरा नहीं होता। उनका जन्म 16 जनवरी 1939 को मध्य प्रदेश के ग्वालियर में हुआ। वे पेशे से इंजीनियर रहे और विज्ञान तथा तकनीकी पढ़ाई उनकी कविता में भी समाई दिखती है। आपने कविताओं के अतिरिक्त नाटक, फिल्मों और संपादन के क्षेत्र में महत्वपूर्ण कार्य किया है। समुद्र पर हो रही है बारिश कविता संग्रह, आत्मिक आदेश नाटक आदि उनकी प्रमुख रचनाएं हैं। साहित्य के लिए उन्हें 2000 का पहल सम्मान मिला तथा निर्देशन के लिए 1992 में രാഷ്ട്രീയ ഫിലിം പുരസ്കാർ। അതായത് നരേഷ് സക്സേന മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ് ജനിച്ചിട്ടുള്ളത്। ഹിന്ദി കവിതയിലെ ചുനിന്ദെ ഖാമോഷ് ലേക്കിൻ സമർപ്പിത കാര്യകർത്താവും के अग्रिम पंक्ति में है। ഫേമസ് ആയിട്ടുള്ള ഒരു കവിയായിരുന്നു അദ്ദേഹം। അദ്ദേഹത്തെ കൂടാതെ സമകാലീന ഹിന്ദി കവിതയിലെ വൃത്തം പൂർണ്ണമാവില്ല। അദ്ദേഹത്തിൻ്റെ ജന്മം ജനുവരി 16 1939 മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്। അങ്ങനെ അദ്ദേഹം വർക്ക് ചെയ്തൊരു എഞ്ചിനീയർ ആയിട്ടായിരുന്നെങ്കിലും അതായത് ശാസ്ത്രം അതുപോലെ തക്നീക്കി പഠായിക്ക് അല്ലേ, പഠായിക്ക് ശേഷം വിവരസാങ്കേതിക പഠനത്തിനൊക്കെ ശേഷം അദ്ദേഹം കവിതയിൽ സമായി ദിഖ്തേ ഹൈ। आपके कविताओं का अतिरिक्त അദ്ദേഹം കവിതകൾക്ക് പുറമെ നാടകം അതുപോലെ ഫിലിമുകൾ അതുപോലെ എഡിറ്റിംഗ് സമ്പാദന के क्षेत्र में എഡിറ്റിംഗ് മേഖലയിലൊക്കെ महत्वपूर्ण कार्य किया है। പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്। പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതാ സംഗ്രഹങ്ങളാണ് സമുദ്ര पर हो रही है बारिश, അതുപോലെ നാടകമാണ് ആത്മിക ആദേശ്। അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ്। 2000 അദ്ദേഹത്തിന് പെഹൽ സമ്മാൻ ലഭിച്ചു। 1992 രാഷ്ട്രീയ ഫിലിം പുരസ്കാർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്। നിർദ്ദേശൻ के लिए പുരസ്കാർ നിർദ്ദേശൻ के लिए അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്। ഓക്കെ, अब देखिए कविता इस बारिश में। ഈ മഴയിൽ അല്ലേ, ഇസ് ബാരിഷ് മീൻസ് റെയിൻ, ഇസ് ബാരിഷ് में പറഞ്ഞാൽ ഈ മഴയിൽ। അപ്പോൾ അതായത് इसमें एक चित्र है, ഇതിലൊരു ചിത്രമുണ്ട്। എന്താ കാണുന്നത്? इसमें एक ज़मीन पर एक किसान ने बैठा है അല്ലേ, നിലത്ത് ഒരു കർഷകൻ ഇരിക്കുന്നു। ഉസ്കാ ഖേത്തി, അദ്ദേഹത്തിൻ്റെ വയൽ നിലമൊക്കെ എന്ത് ചെയ്തു? ഖേത്തി ബാടി, വയൽ നിലമൊക്കെ എന്ത് ചെയ്യാണ്? ഒഴുകിപ്പോവാണ്, മഴയിൽ ഒഴുകിപ്പോയ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത് അല്ലേ। ഉസ്കി ഹൽ അല്ലേ, അദ്ദേഹത്തിൻ്റെ കലപ്പ പ്ലോ അതായത് നിലം കീറാൻ ഉദ്ദേശിക്കുന്ന ഉപകരണമാണ് ഹൽ പ്ലോ അല്ലേ, അതൊക്കെ അതുപോലെ കൃഷിസ്ഥലമൊക്കെ ഒഴുകിപ്പോയ ഒരു ചിത്രമാണ് കാണുന്നത് കേട്ടോ। നോക്കൂ, ജിസ്കെ പാസ് ചലി ഗയി മേരി ജമീൻ ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലി ഗയി, ആപ് ജോ ഗിർത്തി ഹെ കാലി കട്ടായേം ഉസി കെ ലിയെ ഗിർത്തി ഹെ, കൂക്തി ഹെ കോയലേം ഉസി के लिए उड़ती है धरती के सीने से सऊदी सुगंध। अब नहीं मेरे लिए हल नहीं भाइल नहीं, गेतों की घायल नहीं, एक हरी बूंद नहीं, तोते नहीं, ताल नहीं, नदी नहीं, आर्द नक्षत्र नहीं, कजरी मल्लार नहीं मेरे लिए, जिसकी नहीं कोई ज़मीन उसका नहीं कोई आसमान, अगली फसल होते ही सब चुकता कर दूंगा, अब तो मेरी झूठी ये गुंजारिश भी चली गई, उसी के पास अब मेरी बारिश भी चली गई। ओके,
പ്രസ്തുത കവിത ഈ കിസാൻ കി രോദൻ ഹെ അല്ലേ. ഈ പ്രസ്തുതമായ കവിത ഒരു കർഷകൻ്റെ കിസാൻ ഒരു ഫാർമറുടെ രോദനമാണ് അല്ലേ. എന്താ നോക്കൂ, പ്രസ്തുത കവിത മേ ഇസ് കിസാൻ കി ജമീൻ കിസീനെ ചീൻ ലിയ അല്ലേ. ഈ കവിതയിലെ കർഷകൻ്റെ നിലം ആരോ തട്ടിയെടുത്തിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ അദ്ദേഹം പണം, അതായത് പലിശയ്ക്ക് പൈസ വാങ്ങിച്ച് കൃഷി ചെയ്ത സമയത്ത് കൃഷിയിൽ നഷ്ടം പറ്റി, അങ്ങനെ ആ നിലം അതായത് ആ ജന്മി തട്ടി എടുത്ത ഒരവസ്ഥയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കർഷകൻ്റെ രോദനമാണ് ഇവിടെ പറയുന്നത് എന്ന് നോക്കൂ. ജിസ്കെ പാസ് ചലി ഗയി, കർഷകൻ പറയാണ് ജിസ്കെ പാസ്, ആരുടെ അടുത്തേക്കാണോ, ആരുടെ കയ്യിലേക്കാണോ മേരി ജമീൻ, എൻ്റെ നിലം, എൻ്റെ കൃഷിയിടം, ചലി ഗയി പോയത്, ഉസി കെ പാസ് അബ് മേരി, ഉസി കെ പാസ് ആ തട്ടിയെടുത്ത ആളുടെ അടുത്തേക്ക് തന്നെയാണ് മേരി എനിക്ക് കിട്ടിയിരുന്ന, ബാരിഷ് ബി ചലി ഗയി, എനിക്ക് എൻ്റെ നിലത്തിലേക്ക് വർഷിച്ചിരുന്ന ബാരിഷ് മഴയും ചലി ഗയി പോയത്. അപ്പം കിസീനെ ചീൻ ലിയ കിസാൻ കി ജമീൻ, ഉസി കെ പാസ് ഗയി ഹെ ബാരിഷ്, ആരാണോ അദ്ദേഹത്തിൻ്റെ നിലം തട്ടിയെടുത്തത് അയാളുടെ അടുത്തേക്കാണ് ആ മഴയും പോയിരിക്കുന്നത്തെ ആ മഴ പോയിരിക്കുന്നതെന്ന് കർഷകൻ പറയാണ്. അബ് ജോ ഗിർത്തി ഹെ കാലി ഘട്ടായി, അബ് ഇപ്പോൾ, ജോ ഗിർത്തി ഹെ എന്താണ്, അത് ഗിർത്തി ഹെ വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്, കാലി ഘട്ടായും, എന്താ കാലി ഘട്ടായും, കറുത്ത മേഘങ്ങൾ, മഴമേഘങ്ങൾ വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉസി കേലിയെ ഗിർത്തി ഹെ, ആ വലയം ചെയ്യപ്പെട്ട മഴമേഘങ്ങൾ ഉസി കേലിയെ അയാളെയാണ് ഗിർത്തി ഹെ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആരാണോ ഈ നിലം തട്ടിയെടുത്തിരിക്കുന്നത് ആ വ്യക്തിയുടെ ചുറ്റുമാണ് ഇപ്പോൾ ഈ മഴമേഘങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൂക്തി ഹേ കോയലേം ഉസി കേലിയേം, അതുപോലെ കൂക്തി ഹേ അല്ലേ, മധുരകരമായ ശബ്ദം ആരുടെ, കോയലേം കുയിലുകളുടെ ശബ്ദവും ഉസി കേലിയെ ആ ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഉസി കേലിയെ ഉടുത്തി ഹേ, അയാൾക്ക് വേണ്ടിയാണ് ആ കുയിലുകൾ ശബ്ദം ഉയർത്തുന്നത്, ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഉസി കേലിയെ ഉടുത്തി ഹേ ധർത്തി കെ സീനെ സേ സൗദി സുഗന്ധ്, ഉസി കേലിയെ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഉടുത്തി ഹേ ഉയരുന്നത്. എന്ത്, ധർത്തി കെ നമ്മുടെ ഈ ഭൂമിയുടെ, സീനെ സേ ഭൂമിയുടെ മാറിൽ നിന്ന്, സൗദി സുഗന്ധ് എന്താണ്, മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മൺഗന്ധം, ആ മണ്ണിൻ്റെ സുഗന്ധം അയാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതൊന്നും ആർക്കില്ല, കർഷകനില്ല എന്നാണ് പറയുന്നത്. കർഷകൻ്റെ നിലം ഗേത്തി അല്ലേ, ഗേത്തി കൃഷി ചെയ്യാനുള്ള സ്ഥലം, ആ കൃഷിസ്ഥലം എന്ത് ചെയ്തു, അബ് നഷ്ട ഹോ ഗയാ ഹെ, ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉസ് ജമീൻ പർ ബരസ്നെ കാ ബാരിഷ് അബ് യഹാം നഹി ഹെ, ആ ഭൂമിയിൽ പെയ്യേണ്ട മഴ ഇപ്പോൾ അവിടെ ഇല്ല. വ ജോ ചീൻ ലിയാ ഹെ, ആരാണോ തട്ടിയെടുത്തത്, ഉസി കെ പാസ് ഗയേ ഹെ വ ബാരിഷ്, അയാളുടെ അടുത്തേക്കാണ് ആ മഴമേഘങ്ങൾ പോയിരിക്കുന്നത്. ഓക്കെ, ഇനി കർഷകൻ എന്താ പറയുന്നു നോക്കൂ നെക്സ്റ്റ് സ്റ്റാൻസയിൽ. അബ് നഹീം മേരെ ലിയേ ഹൽ നഹീം ഭൈൽ നഹീം, അബ് നഹീം ഇപ്പോഴില്ല, എന്തില്ല, മേരെ ലിയേ എനിക്കില്ല, എന്തില്ല, ഹൽ നഹീം, ഹൽ മീൻസ് പ്ലോ കലപ്പ, എനിക്ക് നിലം ഉഴുതുമറിക്കുന്ന ആ കലപ്പ എൻ്റെ കയ്യിലില്ല. ബൈൽ നഹീം പിന്നെ എന്തുമില്ല, കാളകളും എനിക്കില്ല അല്ലേ. അപ്പോൾ നില ഉഴാൻ വേണ്ടിയിട്ടുള്ള കലപ്പയും അതിൽ കെട്ടുന്ന കാളകളും എനിക്ക് ഇല്ല. ഗേത്തോം കി ഗൈൽ നഹീം, അതുപോലെ ഗേത്തോം കി വയലുകളെ വേർതിരിക്കുന്ന ഗൈൽ, ഗൈൽ മീൻസ് വരമ്പ്, വരമ്പുകളും ഇന്നെനിക്ക് ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏക്ക് ഹരി ബൂന്ത് നഹീം, പിന്നെന്താണ്, ഏക്ക് ഹരി ഒരു പച്ചപ്പിൻ്റെ, ബൂന്ത് നഹീം തുള്ളി പോലുമില്ല, വയലിൻ്റെ പച്ചപ്പിൻ്റെ ഒരു തുള്ളി പോലും ഇല്ല, അതായത് ഒരു നിലത്തിൻ്റെ ഒരു തുണ്ട് പോലും അദ്ദേഹത്തിന് ഇന്ന് ഇല്ല. തോത്തേ നഹീം അതുപോലെ തത്തകളില്ല. താൽ നഹീം താളമില്ല. നദി നഹീം അവിടെ വെള്ളം കെട്ടി നിർത്തിയ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കെട്ടി നിർത്തിയ നദികളുമില്ല. ആർദ്ര നക്ഷത്ര നഹീം, ആർദ്ര നക്ഷത്രം എന്താണ്, തിരുവാതിര ഞാറ്റുവേല നക്ഷത്രം പോലും അവിടെ ഇന്നില്ല.
ഒരു പക്ഷേ ആ നിലം അയാൾ തട്ടിയെടുത്തിട്ട് അവിടെ ചിലപ്പോൾ ആ വയലുകൾ നികത്തി വേറെ ഫ്ലാറ്റും മറ്റു കാര്യങ്ങളൊക്കെ പണി കഴിപ്പിച്ചിരിക്കാം. അപ്പോൾ ഇന്ന് ആ നിലത്ത് എന്തില്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മുടെ കവി ഈ കവിതയിലൂടെ പറഞ്ഞു തരുന്നത്. കസരി മല്ലാർ നെഹീം. ദ കസരി മല്ലാർ, ഒരു കർഷകൻ്റെ പാട്ട്, കർഷക പാട്ടുകൾ അല്ലേ, ആ പാട്ടുകളും ഇന്നവിടെ നെഹീം അല്ലേ ഇല്ല. മേരേ ലിയ, ഇതൊന്നും ഇല്ല എനിക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ പറയുന്നത്? കർഷകൻ പറയാണ് അബ് മേരേ ലിയേ, ഇപ്പം എനിക്ക് ഹൽ നെഹി ബൈൽ നെഹി, എന്താണ് കലപ്പയോ കാളകളോ ഇല്ല. ഗേത്തും കി ഗൈൽ നെഹിം, വരമ്പുകളും എൻ്റെ വയലിന് വരമ്പുകളുമില്ല. ഏക്ക് ഹരി ബൂന്ത് നെഹിം, ഒരു ആ കൃഷി സ്ഥലത്തിൻ്റെ ഒരു തുണ്ട് പോലും അവിടെ അവശേഷിക്കുന്നില്ല. തോത്തേ നെഹീം താൾ നെഹീം അല്ലേ, തോത്തെ തത്തകളോ താൾ നെഹീം അല്ലേ, അവിടെ പാട്ടുകളോ ഇല്ല. നദി നെഹീം, നദിയില്ല. ആർദ്ര നക്ഷത്ര നെഹീം അല്ലേ, തിരുവാതിര ഞാറ്റുവേല അല്ലേ, അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രം പോലും ഇല്ല. കസരി മല്ലാർ നെഹീം മേരേലി, അത് കർഷകരുടെ ഈണമുള്ള പാട്ടുകളും ഇന്നവിടെ കേൾക്കാനില്ല. ജിസ്കി നെഹീം കോയി ജമീൻ ഉസ്കാ നെഹീം കോയി ആസ്മാൻ. ജിസ്കി നെഹീം, ആർക്കാണോ കോയി ജമീൻ അല്ലേ, ജമീൻ നെഹി അല്ലേ, ആർക്കാണോ ജമീൻ നെഹി, ആർക്കാണോ യാതൊരു ഭൂമിയും ഇല്ലാത്തത്. ഉസ്കാ നെഹി കോയി ആസ്മാൻ, അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് എന്തില്ല, യാതൊരു ആകാശവും ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു പ്രതീക്ഷയും ഭാവിയുടെ പ്രതീക്ഷയും ഇന്ന് ഇല്ല എന്നാണ് പറയുന്നത്. ഇനി കർഷകൻ പറയാണ് അഗലി ഫസൽ ഹോത്തേ ഹി സബ് ചുക്താ കർ ദൂങ്ക. അഗലി ഫസൽ, അടുത്ത വിളവിന്, ഫസൽ മീൻസ് ഹാർവെസ്റ്റ്, അടുത്ത വിളവിന്, ഹോത്തേ ഹി വിളവ് കഴിയുമ്പോൾ, സബ് ചുക്താ കർ ദൂങ്ക, സബ് ചുക്ത എല്ലാ കടവും, കർ ദൂങ്ക തന്ന് വീട്ടാം എന്നുള്ള. അബ് തോ മേരി ജൂട്ടി, ഇപ്പോൾ അതൊക്കെ എന്തായിരിക്കുന്നു, അതായത് അടുത്ത വിളവിന് വിളവ് കിട്ടുമ്പോൾ ഇന്ന് വാങ്ങിച്ച കടങ്ങളൊക്കെ വീട്ടാം എന്നുള്ള ആ ഒരു അബ് തോ മേരി ജൂട്ടി, ഇപ്പം അതെന്തായിരിക്കുന്നു, ആ പ്രതീക്ഷ എന്തായിരിക്കുന്നു, മേരി ജൂട്ടി എൻ്റെ തെറ്റായ ഒരു ഗുഞ്ചാരിഷ് ബി ചലികൈ, ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് വാങ്ങിച്ച കടം കൃഷി ചെയ്തിട്ട് പുതിയ വിളവ് കിട്ടിയിട്ട് അത് വിറ്റിട്ട് കിട്ടിയിട്ട് വീട്ടാം എന്നുള്ള ആ പ്രതീക്ഷയും ഇന്ന് അസ്തമിച്ചിരിക്കുന്നു. ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലികൈ, അദ്ദേഹത്തിൻ്റെ കൈകളിലേക്കാണ്, ആരാണോ എൻ്റെ നിലം തട്ടിയെടുത്ത് അവരിലേക്ക് തന്നെയാണ് എൻ്റെ എല്ലാ വയലുകളും, വയലിൽ പെയ്യുന്ന മഴയും, അതുപോലെ എന്താ പറയുക ആർദ്ര നക്ഷത്രങ്ങളും, അതുപോലെ എല്ലാ കാര്യങ്ങളും അയാൾക്കാണ് ഇന്ന്. അതായത് വലയം ചെയ്യപ്പെട്ട കാർമേഘങ്ങളും ഈ കാര്യങ്ങളൊക്കെ അവർക്കാണ്, അവരുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് കവി ഇവിടെ ഈ കവിതയിലൂടെ, ഈ കർഷകൻ്റെ രോദനത്തിലൂടെ കവി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ആജിലിയെ ഗയെ പാഠ് ഭാഗ് യാ കവിത बार बार पढ़ना, कोई संदेह तो मुझसे पूछिए. आज की कक्षा में हम समाप्त करती हूँ. धन्यवाद.